ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഡോണറ്റാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളമാണ്, അതും ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടുവെള്ളം ഒഴിക്കാതെ ചെറിയ ചൂടുവെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഞാനൊരു 240 ml കപ്പിൽ 2 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നിങ്ങൾ ബട്ടർ ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ അത് പുറത്തൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം, അതായത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാവൂ. ഇപ്പോൾ ബട്ടറും മാവും ഒക്കെ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഇല്ലേ, അത് ഒന്ന് നല്ലപോലെ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാവിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നല്ലപോലെ നമുക്ക് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഈ ബൗളിൽ തന്നെ വെച്ച് നമുക്ക് നല്ലപോലെ കുഴച്ച് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച ആ മുട്ട, ആ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് തികയില്ല. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ചായിട്ട് ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ് ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നില്ല, അതിനേക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം, ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് മാത്രമേ വെള്ളം എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മളെ ഡോ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അതായത് നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴും നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുള്ളൂ. ഇതാ നല്ലപോലെ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒരു ക്ലിംഗ് ഫിലിം വെച്ചൊന്ന് റാപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് 1 മണിക്കൂർ ഞാൻ വെച്ച് കൊടുക്കുന്നത്, കാരണം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഇപ്പം നമുക്ക് 1 മണിക്കൂർ തന്നെ മതിയാവും പൊങ്ങി വരേണ്ട. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡോണറ്റിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇതൊരു 10 മിനിറ്റ് നമ്മൾ ബോളാക്കിയതിന് ശേഷം വെക്കുന്നുണ്ട്. അപ്പം വീണ്ടും മാവ് പൊങ്ങി വരും. അപ്പോൾ അതായത് നല്ല വലിയ ഡോണറ്റാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ബോൾസ് എത്രയാണോ വേണ്ടതെന്നുള്ളത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 7 ബോൾസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോളാക്കി എടുത്തതിന് ശേഷം ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗം നല്ലപോലെ അതായത് ക്ലിയർ ആയിട്ടിരിക്കും. എന്നിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലപോലെ റൗണ്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഡോവ് വെച്ച് കൊടുക്കാവൂ. കാരണം നമ്മളിത് ഡബിൾ സൈസ് ആയതിന് ശേഷം എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിത് പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇതുപോലെ ഒന്ന് തടവിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് വേണം ഇത് അടച്ചു വെച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല ഡബിൾ സൈസായി. ഇനിയിപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ കേക്ക് നോസിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും അതായത് ചെറിയ ബോട്ടിൻ്റെയൊക്കെ അടപ്പുണ്ടെങ്കിൽ അങ്ങനെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി.
അപ്പോൾ നമ്മൾ ഈ നടുക്ക് എടുത്തിരിക്കുന്ന ഈ മാവില്ലേ, ആ മാവ് കളയണ്ട. അത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴും അതും ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിതിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ അതായത് ഡബിൾ സൈസ് ആയതിന് ശേഷം ഇതൊന്ന് തമ്മിൽ എല്ലാ സൈഡും ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഒരു ചെറിയൊരു കത്തി കൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒന്ന് എല്ലാം സ്പേസ് വിട്ട് വേണം ഇതിനൊന്ന് മൂടി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് മൈദാമാവ് തടവിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ അതായത് നമ്മൾ കേക്ക് നോസിൽ വെച്ച് കട്ട് ചെയ്തിട്ടൊന്ന് വെക്കുന്നത്. കാരണം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് പ്ലേറ്റിൽ തൂകിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഇതൊരു ഡബിൾ സൈസ് കുറച്ചുകൂടെ ആവും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചൂടിൽ വേണം നമുക്ക് ഇത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇത് ചെയ്തെടുക്കരുത്. കാരണം നല്ല അതിൻ്റെ അടിഭാഗം വന്നിട്ട് നല്ലപോലെ മൊരിഞ്ഞ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് മറിച്ചിട്ട് നമുക്ക് ഓരോ സൈഡും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന അതേ മെഷർമെൻറ്റിൽ നിങ്ങൾ എടുത്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്ന മാവും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ അതിന് നടുക്കുന്ന നമ്മൾ എടുത്തിട്ടുള്ള ആ മാവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ്. നല്ല സോഫ്റ്റാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമുക്ക് ചോക്ലേറ്റൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അതായത് വൈറ്റ് കോമ്പൗണ്ടും 1/2 കപ്പ്, അതേപോലെ തന്നെ മിൽക്ക് കോമ്പൗണ്ടും ഒരു 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോൾ ഇത്രയും വേണ്ട, കാരണം എനിക്കിത് ബാക്കി വന്നായിരുന്നു. നിങ്ങളൊരു 1/4 കപ്പ് മിൽക്ക് കോമ്പൗണ്ടും അതേപോലെ തന്നെ വൈറ്റ് കോമ്പൗണ്ടും ഒരു 1/4 കപ്പ് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ഡോണറ്റ് എടുത്ത് മിൽക്ക് കോമ്പൗണ്ടാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൈഡിലും കൂടെ ഒന്നാക്കി കൊടുക്കണം, റൗണ്ട് ചെയ്ത്. കാരണം നമുക്ക് ഈ ചോക്ലേറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഡോണറ്റ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ചോക്ലേറ്റ് ഉള്ളത് കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ അതായത് കുറച്ചുകൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. കുറച്ച് വൈറ്റ് കോമ്പൗണ്ടിലും നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ എത്രത്തോളം ഇതുപോലെ വൈറ്റ് കോമ്പൗണ്ടിലും മിൽക്ക് കോമ്പൗണ്ടിലും ഒക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഡിപ്പ് ചെയ്തെടുത്ത് നമ്മൾ അതിൽ വെക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഡോണറ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ഞാൻ രണ്ടും, അതായത് വൈറ്റ് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഡിസൈനും കൂടെ ഒന്ന് ചെയ്യണം, എന്നാലേ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഒരു മിൽക്ക് കോമ്പൗണ്ടിൻ്റെ മുകളിലേക്ക് ഞാൻ വൈറ്റ് കോമ്പൗണ്ട് കുറച്ച് ഇതുപോലെ ഒന്ന് സ്പൂണിലാക്കിയിട്ടൊന്ന് ചെറുതായിട്ട് ഒരു ചെറിയ ഡിസൈൻ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് കോമ്പൗണ്ടും ഡിപ്പ് ചെയ്തതിൽ ഞാൻ ഇതിലേക്ക് മിൽക്ക് കോമ്പൗണ്ട് സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ഒക്കെ ഒന്ന് റൗണ്ടിൽ ഒഴിച്ചിട്ട് നമ്മൾ സ്ക്വയർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒരു ചെറിയൊരു ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡിസൈൻ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ലാസ്റ്റ് ഇത് ഡോണറ്റ് നമുക്ക് കഴിക്കുന്ന സെയിം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ആ ഒരു സമയത്ത് കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇതുപോലെ ഇട്ടിട്ടല്ലേ. അപ്പോൾ അതുപോലെ ഞാനിതാ കുറച്ച് സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ കുറേ വെറൈറ്റി സാധനങ്ങൾ, സ്റ്റാറിൻ്റെയും അതായത് ഹാഫ് മൂണൊക്കെ ഉള്ള ടൈപ്പുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഡോണറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.